ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ പേരും പറഞ്ഞ് എല്ലാ മാസവും പൈസ ഇട്ട് തരാറുണ്ടായിരുന്നല്ലോ ഞാൻ അതൊക്കെ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നതാ. അവസാനം ആ ഇൻഷുറൻസ് ഏജന്റ് എന്നെ പറ്റിച്ചു. ഇപ്പൊ അയാളുടെ ഒരു വിവരമില്ല. അയാളുടെ വിവരമല്ലേ ഇല്ലാത്തത്? ഇൻഷുറൻസ് കമ്പനി ഇപ്പോഴും കാണുമല്ലോ. എന്താ കമ്പനിയുടെ പേര്? ഞാൻ പോയി തിരക്കാം അവിടെ. അത് കമ്പനിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോ അടച്ചിട്ടില്ലെന്ന് പറയേ. 4 പേർക്കും കൂടി ഇൻഷുറൻസ് അടയ്ക്കണമെന്നും പറഞ്ഞ് എത്ര രൂപയാ വാങ്ങിയത്? എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ ഞാനത് അടയ്ക്കാൻ അയച്ചു തന്നോണ്ടിരുന്നത്. അടിമുടി കള്ളത്തരം. അതെ, കള്ളത്തരം കാണിച്ചു. അങ്ങനെ ഞാൻ കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിലേ അത് വളർത്തു ദോഷ. മക്കളെ നേരാവണ്ണം വളർത്തിയില്ലെങ്കിലേ കള്ളത്തരമൊക്കെ കാണിച്ചെന്ന് വരും. അതുപോലെ തന്നെയാണല്ലോ ഞാനും വളർന്നത്. അതേ വീട്ടില് അതേ ആഹാരം കഴിച്ചു വളർന്ന എനിക്കില്ലല്ലോ ഈ കള്ളത്തരങ്ങളൊന്നും. അതുകൊണ്ടാ ഞാൻ ഈ വീട്ടിലെ കിടപ്പുമുറിയിലും നീ അടുക്കളയിലുമായത്. ദേ, എന്നെ കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കാതെ ഇറങ്ങിപ്പോ. അമ്മയെ ചികിത്സിക്കാൻ 1 രൂപ പോലും തരില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഇൻഷുറൻസ് കാർഡും ഇല്ലെന്ന് പറയുന്നു. ശരി, ഒന്നും വേണ്ട. അതിന്റെ പേരും പറഞ്ഞു വാങ്ങി ആ പൈസ എങ്കിലും എനിക്കൊന്ന് താ. കടമല്ലല്ലോ ഞാൻ ചോദിക്കുന്നേ, തരാനുള്ള പൈസയല്ലേ. കുറച്ചെങ്കിലും കിട്ടിയ അത്രയും ആശ്വാസം. ആ അവസ്ഥയിലാണ് ഞാനിപ്പോ നിക്കുന്നേ. ഇത് വലിയ ശല്യായല്ലോ. വാ തുറന്നാ നിനക്ക് പൈസയുടെ കാര്യം മാത്രമേ പറയാൻ പറ്റൂ. സത്യം പറ, നിന്റെ തള്ളയ്ക്ക് ശരിക്കും അസുഖം എന്തേലും ഉണ്ടോ? അതോ പണം പിരിക്കാൻ നിങ്ങൾ എല്ലാരും ചേർന്ന് നടത്തിയ നാടകമാണോ ഇത്? എപ്പ നോക്കിയാലും പൈസ പൈസ പൈസ. കഷ്ടം. നീ ഒന്നും തന്നില്ലെങ്കിൽ പോലും വേണ്ടില്ല. പക്ഷെ എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അമ്മയെ പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ചൂടയുണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു നോക്ക്. ഉള്ള കള്ളത്തരെല്ലാം കാണിച്ചിട്ട് ഞങ്ങള് പറയുന്നോ? മോള് കള്ളിയാണെങ്കിലേ അത് അമ്മ പെരും കള്ളി ആയതുകൊണ്ട് തന്നെ അടിക്കും. നീ ഒരു അക്ഷരം മിണ്ടിയോ ഒന്നോ ഞാൻ പുറത്തേക്ക് വലിച്ചു. എന്താ ഇവിടെ?